പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറാനും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ രാഷ്ട്രീയ ആഹ്വാനം രാജ്യത്ത് പുതിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വിദേശ നാണയശേഖരം സംരക്ഷിക്കാനെന്ന പേരിൽ സർക്കാർ നടത്തുന്ന ഈ നീക്കങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്താനുള്ള തന്ത്രമാണോ എന്ന സംശയവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഹൈദരാബാദിലെ BJP റാലിയിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളൊന്ന് നോക്കാം. പെട്രോൾ ഡീസൽ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തുക, കോവിഡ് കാലത്തെ പോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുക, വിദേശ യാത്രകളും ആഡംബര വിവാഹങ്ങളും താൽക്കാലികമായി മാറ്റിവെക്കുക, പൊതുഗതാഗതവും വാഹനങ്ങൾ പങ്കിട്ടുള്ള യാത്രയും ശീലമാക്കുക, അതുപോലെ സ്വർണത്തിന്റെ ഉപയോഗത്തിലും കൃത്യമായ രീതിയിൽ ശ്രദ്ധ പുലർത്തുക. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ രാജ്യത്തിന് മുൻപിൽ അദ്ദേഹം വെച്ചിരുന്നു. രാജ്യത്തിനായി ജീവിക്കുന്നതാണ് യഥാർത്ഥ ദേശസ്നേഹം എന്ന വികാരപരമായ പ്രയോഗത്തിലൂടെ ഈ നിയന്ത്രണങ്ങളെ ന്യായീകരിക്കാനാണ് സർക്കാർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ധനവില വർദ്ധിക്കുമ്പോൾ സർക്കാർ ഈടാക്കുന്ന ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനു പകരം ഉത്തരവാദിത്തം പൂർണ്ണമായും ജനങ്ങളുടെ ചുമലിലേക്ക് മാറ്റുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ചേർന്നതല്ല. ഗവൺമെന്റിന്റെ പുതിയ നിർദ്ദേശങ്ങൾ കോർപ്പറേറ്റ് ശക്തികൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള തന്ത്രമാണെന്ന വിമർശനവും ഇതിനോടകം പല കോണിൽ നിന്നും ശക്തമായിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം രീതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിലൂടെ വൻകിട സ്ഥാപനങ്ങൾക്ക് അവരുടെ ഓഫീസ് നടത്തിപ്പിനുണ്ടാകുന്ന ചെലവുകൾ, വൈദ്യുതി, വെള്ളം, അറ്റകുറ്റപ്പണികൾ, ഇന്റർനെറ്റ് എന്നിവ വലിയ തുക ലാഭിക്കാൻ സാധിക്കുന്നു. എന്നാൽ മറുവശത്ത് സ്ഥാപനങ്ങൾ വഹിക്കേണ്ടിയിരിക്കുന്ന ഈ ബാധ്യതകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാധാരണക്കാരനായ ജീവനക്കാരുടെ വൈദ്യുതി ബില്ലിനും ഇന്റർനെറ്റ് ചെലവായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് പരോക്ഷമായി സഹായിക്കുന്നത് രാജ്യത്തെ വൻകിട എണ്ണ ശുദ്ധീകരണ കമ്പനികളെയാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഈ സ്വകാര്യ കുത്തകകൾ ആഭ്യന്തര വിപണിയിൽ ജനങ്ങളുടെ ഉപയോഗം കുറയുന്നതോടെ ബാക്കി വരുന്ന ഇന്ധനം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലയ്ക്ക് കയറ്റുമതി ചെയ്ത് കൊള്ളലാഭം കൊയ്യുന്നു. വിനോദയാത്രകളും വിവാഹങ്ങളും വിദേശത്ത് വെച്ച് നടത്തുന്നത് നിയന്ത്രിക്കണമെന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ടൂറിസം മേഖലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. വിദേശ യാത്രകൾ കുറയുന്നത് വിദേശ വിനിമയ നിരക്കിനെ സഹായിക്കുമെന്ന വാദത്തിന് പിന്നിൽ ആ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ആശങ്കയും മറ്റൊരു ഭാഗത്തുണ്ട്. ഇതിൽ കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുമ്പോൾ ഈ ഇലക്ട്രിക് മേഖലയിൽ പ്രധാന നിക്ഷേപകർ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ ഇലക്ട്രിക് വൻകിട സ്ഥാപനങ്ങളുടെയും പിന്നിൽ ഈ നാട്ടിലെ വൻകിട കോർപ്പറേറ്റുകളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരാണ് ഇതിന്റെ അറ്റ്മോസ്ഫിയറും ഇതിന്റെ ബാറ്ററി നിർമ്മാണത്തിലും കോടികൾ നിക്ഷേപിച്ചിരിക്കുന്നത്. പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ ഊർജ്ജ വിപണിയിലെ ഈ മാറ്റം ആരുടെ അസ്ഥിയാണ് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത്? ഒരു സംശയവുമില്ല. ജനങ്ങളുടെ പണം ഒരു കീശയിൽ നിന്ന് മാറി മറ്റൊരു കുത്തക മുതലാളിയുടെ കീശയിലേക്ക് എത്തുന്നു എന്ന് മാത്രം. യുദ്ധവും പ്രതിസന്ധിയും യഥാർത്ഥമാണ്. എന്നാൽ അതിന്റെ ഭാരം മുഴുവൻ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കുന്നത് നീതീകരിക്കാനാവില്ല. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിക്കാതെ, എണ്ണ കമ്പനികളുടെ അമിത ലാഭത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ജനങ്ങളോട് മാത്രം വിട്ടുവീഴ്ച ആവശ്യപ്പെടുന്നത് പരിഹാസ്യമാണ്. വിഭവ സംരക്ഷണം കുത്തകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഉപകരണമായി മാറരുത്. സാധാരണക്കാരന്റെ അടുക്കള പുകയുന്നത് പോലും ഇന്ന് പ്രയാസകരമായ കാലത്ത് ഇത്തരം ആഹ്വാനങ്ങൾ ആരെ സഹായിക്കാനാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം.